മലയാള പഠനം. മലയാള കഥ. ആടും പട്ടിയും. അച്ഛനും അമ്മയും ഏറെ ലാളിച്ചാണ് അപ്പുവിനെ വളർത്തിയത്. പ്രായം വളരെയായിട്ടും അപ്പുവിനെ അവർ ഒറ്റയ്ക്ക് എങ്ങും ഇട്ടില്ല. മതിൽക്കെട്ടിന് പുറത്ത് അപ്പു ഇറങ്ങിയാൽ ഒന്നുകിൽ അച്ഛൻ കൂടെ കാണും, അല്ലെങ്കിൽ അമ്മ. തനിയെ ഒരു പ്രവൃത്തിയും ചെയ്യാൻ അവർ അപ്പുവിനെ അനുവദിച്ചില്ല. അപ്പുവിന് എന്താവശ്യമുണ്ടെങ്കിലും അച്ഛൻ വാങ്ങിക്കൊണ്ട് കൊടുക്കും. മഴ നനയാനോ വെയിൽ കൊള്ളാനോ മഞ്ഞേൽക്കാനോ അവർ സമ്മതിച്ചില്ല. മാതാപിതാക്കളുടെ ഓമനയായി അപ്പു വളർന്നു. ഒരു ദിവസം അപ്പു അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ മോനെ നിന്റെ ആഗ്രഹം? എനിക്ക് അങ്ങാടി കാണണം. അച്ഛൻ വരട്ടെ, നിന്നെ കൊണ്ടുപോയി കാണിക്കും. എത്ര നിർബന്ധിച്ചിട്ടും തനിയെ പോകാൻ അമ്മ അനുവദിച്ചില്ല. അപ്പു നിരാശനായി. അപ്പോഴാണ് അപ്പുവിൻ്റെ അമ്മാവൻ വീട്ടിലേക്ക് വന്നത്. അപ്പു തൻ്റെ ആഗ്രഹം അമ്മാവനെ അറിയിച്ചു. അതിനെന്താ, നീ പോയിട്ട് വാ, ഇവിടെ അടുത്തല്ലേ ചന്ത. നിന്റെ അമ്മയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു കൊള്ളാം. അമ്മാവൻ പറഞ്ഞ് അമ്മയെ സമ്മതിപ്പിച്ചു. അമ്മാവൻ്റെ പക്കൽ നിന്ന് കുറേ പണവും വാങ്ങി ഉത്സാഹത്തോടെ അപ്പു ചന്തയിലേക്ക് പോയി. അപ്പു ചന്ത കണ്ടു നടന്നു. അവൻ്റെ പ്രായത്തിലുള്ള എത്രയോ കുട്ടികൾ ഓരോന്ന് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നു. ഒന്നും തനിക്കറിയില്ല. അപ്പു ആകെ വിഷമിച്ചു. അമ്മാവൻ തന്ന പണം കയ്യിലുണ്ട്, എന്തെങ്കിലും വാങ്ങണം. അങ്ങനെയാണ് അവൻ ഒരാട്ടിൻകുട്ടിയെ വാങ്ങിയത്. അരുമയായ ആട്ടിൻകുട്ടി. ചോദിച്ച വില കൊടുത്തു. വില പേശാൻ അപ്പുവിന് അറിയില്ലല്ലോ. ആട്ടിൻകുട്ടിയെയും തോളിലേറ്റി അപ്പു നടന്നു. തെരുവിലെ ചില കള്ളന്മാർ ഇത് കണ്ടു. നല്ല ആട്ടിൻകുട്ടി, എങ്ങനെയും ആട്ടിൻകുട്ടിയെ തട്ടിയെടുക്കണം. അതിനായി അവർ തെരുവിൻ്റെ പല ഭാഗത്ത് നിന്നു. അപ്പുവിനെ നോക്കി ഒരാൾ കളിയാക്കി ചിരിച്ചു. അല്പം നടന്നപ്പോൾ മറ്റൊരാൾ കൂട്ടുകാരനോട് പറഞ്ഞു, കണ്ടില്ലേ, പട്ടിയെയും ചുമന്ന് നടക്കുന്നത്. കുറച്ചു ദൂരം നടന്നപ്പോൾ എതിരെ വന്ന രണ്ടുപേർ അപ്പുവിനോട് ചോദിച്ചു, എന്തിനാ കുട്ടി ഈ പട്ടിയെ ചുമന്ന് നടക്കുന്നത്? അപ്പുവിന് സംശയമായി. ഇത്രയേറെ രൂപ കൊടുത്തു വാങ്ങിയത് പട്ടിയെയാണോ? വീണ്ടും ചിലർ ഇതേ കാര്യം പറഞ്ഞ് അപ്പുവിനെ കളിയാക്കി. തനിക്ക് അബദ്ധം പറ്റിയത് തന്നെയാണെന്ന് അപ്പു ഉറച്ചു. അവൻ ആട്ടിൻകുട്ടിയെ തോളിൽ നിന്നിറക്കി പെരുവഴിയിൽ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങി. നോക്കണേ, അപ്പുവിന് പറ്റിയ അമളി. മറ്റുള്ളവർ നമ്മെ കളിയാക്കാതെയും പറ്റിക്കാതെയും ഇരിക്കണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എന്തിനെക്കുറിച്ചെങ്കിലും ചെറുപ്രായത്തിൽ നാം പഠിച്ചു തുടങ്ങണം. കണ്ടും കേട്ടും ചോദിച്ചും വായിച്ചും പഠിക്കുമ്പോഴാണ് നമ്മൾ മണ്ടന്മാവാതിരിക്കുന്നത്. പാഠപുസ്തകത്തിലുള്ളതിനേക്കാൾ വലിയ അറിവാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മളും നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുവാൻ ശ്രമിക്കണം.